എല്ലാവർക്കും ടെക്ലേമത്തിലെ സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് അണ്ടർ 35Kയിലെ രണ്ട് ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. ഒന്ന് വൺ പ്ലസിന്റെ പുതിയതായിട്ട് ഇറങ്ങിയ നോഡ് 5ഉം പിന്നെ നമ്മുടെ പോക്കോ F7ഉം. സോ രണ്ട് സ്മാർട്ട് ഫോൺസിലും നമുക്ക് കൺഫ്യൂഷൻ വരെ ചെയ്തെടുക്കണം എന്നുള്ളത്. കാരണം രണ്ടും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതിന്റെ ബെറ്റർ ഏതാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നോഡ് 5 ഇച്ചിരി ഒരു ഫ്ലീച്ചിങ് ലുക്കാണ്, ഒരു അണ്ടർസ്റ്റേറ്റഡ് ലുക്കാണ് ഈ സ്മാർട്ട് ഫോൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, എന്നാൽ പോലും കാണാൻ ഇച്ചിരി ഭംഗി നോഡ് 5 തന്നെയാണ്. പുറകെ കൂടെ നോക്കുവാണെങ്കിലൊക്കെ ബാക്ക് സൈഡ് ഒക്കെ നോക്കുവാണെങ്കിൽ ബെറ്റർ നോഡ് 5 തന്നെയാണ്. അതിന് പറയുകയാണെങ്കിൽ സ്പെക്ക് പറയുകയാണെങ്കിൽ 8.1 mm ആണ് തിക്നെസ് വരുന്നത്, 211 ഗ്രാം വെയിറ്റ്, ഗ്ലാസ് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്, പിന്നെ IP65 റേറ്റിംഗേ വരുന്നുള്ളൂ. അതേസമയം പോക്കോ F7 ആണ് ഇച്ചിരി കൂടി ഒരു ഗെയിമറി ലുക്ക് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ബാക്കിൽ നോക്കുവാണെങ്കിൽ പിന്നെ ഇത്തിരി ഗ്ലോസി ഗ്ലാസ് ബാക്ക് ആട്ടോ വരുന്നത്. അതേസമയം നോഡ് 5 മാറ്റ് ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ്സ് മറ്റേ കുറവായിരിക്കും വൺ പ്ലസ് നോഡ് 5. പോക്കോ F7ന്റെ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 8.2 mm ആണ് തിക്നെസ് വരുന്നത്, 215 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ് ബാക്ക് ആണ്, ഗ്ലോസി ആണ്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കൂൾ ആയിരിക്കും. പിന്നെ അലൂമിനിയം ഫ്രെയിം ആണ്, സോ ബെറ്റർ ബിൽഡ് വരുന്നുണ്ട് നമുക്ക് പോക്കോ F7. പിന്നെ IP68 റേറ്റിംഗും വരുന്നുണ്ട്. സോ ബെറ്റർ ബിൽഡിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോ F7 തന്നെയാണ് ബെറ്റർ ബിൽഡ് ക്വാളിറ്റി വരുന്നത്. ഇൻഹാൻഡ് യൂസേജിൽ ബെറ്റർ ആയിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ നോഡ് 5 തന്നെയാണ്. എന്താ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇത്തിരി ബെറ്റർ ആണ് നോഡ് 5. സോ ബിൽഡ് ബെറ്റർ പോക്കോ F7ലും ആണ് വരുന്നത്. അതേസമയം ഇൻഹാൻഡ് ഫീൽ കാര്യങ്ങളൊക്കെ ബെറ്റർ നോക്കുവാണെങ്കിൽ നോഡ് 5 ആണ് വരുന്നത്. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നോഡ് 5 6.83 ഒരു വലിയ 1.5K 144 Hz 10-bit AMOLED ആണ് വരുന്നത്. 1700 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HD നമ്പർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7i ആണ് പ്രൊട്ടക്ഷൻ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. അതേസമയം പോക്കോ F7 ആണെങ്കിൽ സെയിം 6.83 ഒരു 1.5K 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 12-bit AMOLED പാനലാണ് വരുന്നത്. ബ്രൈറ്റ്നസ് കൂളാണ്, 3200 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ നമുക്ക് HD10+ ഡോൾബി വിഷൻ സപ്പോർട്ടും വരുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിങ്, ഗൊറില്ല ഗ്ലാസ് 7i തന്നെയാണ് ഇവിടെ പ്രൊട്ടക്ഷൻ വരുന്നത്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ബെറ്റർ പോക്കോ F7 തന്നെയാണ്. നമുക്ക് ഒന്ന് 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്, പിന്നെ ഹയർ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ടും വരുന്നുണ്ട്. ബെറ്റർ ഡിസ്പ്ലേ ആയിരുന്നു നോക്കുവാണെങ്കിൽ പോക്കോ F7 തന്നെയാണ്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് വരുന്നത്, രണ്ടിലും ഹയർ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പോക്കോയിൽ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് എന്തായാലും കിട്ടും. സോ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ നിൽക്കുന്നത് പോക്കോ F7 തന്നെയാണ്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോഡ് 5ൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3 കഴിഞ്ഞ ജനറേഷനുള്ള 8s സീരീസിൽ വരുന്നൊരു ചിപ്പാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് വരുന്നത്. 4nm പ്രോസർ ആണ്. ഇത് സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Adreno 735 ആണ് GPU വരുന്നത്. LPDDR5X UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ട് 3.1 ഇട്ട് പോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മോസ്റ്റ് ബ്രാൻഡ്സും അറ്റ്ലീസ്റ്റ് UFS 4.0 കൊടുക്കുന്നുണ്ട്, പക്ഷേ നോഡ് 5ൽ 3.1 കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പീഡ് സ്ലൈറ്റ്ലി താഴെയായിരിക്കും പോക്കോ F7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പോക്കോ F7 നമ്മൾ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ്. സോ ഇതിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇത്. അതിന്റെ സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Adreno 825 ന്യൂ ജനറേഷൻ GPU ആണ്. LPDDR5X RAM, UFS 4.1 സ്റ്റോറേജ് ആണ്. സോ ഫാസ്റ്റർ സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ പോക്കോ F7 തന്നെയാണ് വരുന്നത്. ബെറ്റർ ഗെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ പോക്കോ F7 തന്നെയാണ്. സ്റ്റേബിൾ ആണ്. OS നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വൺ പ്ലസ് അടിപൊളി തന്നെയാണ്. വൺ പ്ലസിന്റെ OxygenOS 15 ആണ് വരുന്നത്. 4 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 6 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഇപ്പൊ റൺ ചെയ്യുന്നത് Android 15 വരുന്നത്. അതേസമയം പോക്കോ F7ലും ഒട്ടും പുറകോട്ടല്ല. HyperOS 12 ആണ് Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. ഇവിടെ 4 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 6 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. ഓസിന്റെ ലുക്കും ഫീലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആനിമേഷൻസിന്റെ സ്മൂത്ത്നെസിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ OxygenOS തന്നെയാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ രണ്ടും സെയിം ആണ് അപ്ഡേറ്റ് പോളിസിയുടെ കാര്യങ്ങളിലൊക്കെ. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പ്രൈമറി സെൻസറിൽ. നമ്മുടെ നോഡിന്റെ നമ്മൾ പറയുവാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ f1.8 ആപ്സ് വരുന്ന ലിറ്റിയ 700 ആണ് വരുന്നത്. 1x1.56 ഇഞ്ച് സെൻസർ ആണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ്. 8 മെഗാപിക്സൽ f2.2 അൾട്രാഡ് വരുന്നുണ്ട്, 1080p 60 FPS. പിന്നെ സെൽഫി നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സൽ f2.0 സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ കൂടെ ഓട്ടോ ഫോക്കസ് കിട്ടുന്നുണ്ട് സെൽഫി ക്യാമറയിൽ. 4K 60fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോ F7 ആണെങ്കിൽ റെഗുലർ ക്യാമറയാണ് വരുന്നത്. നമുക്ക് പരിചയമായിട്ടുള്ള 50 മെഗാപിക്സൽ f1.5 ആപ്സ് വരുന്ന സോണി IMX882 ആണ് വരുന്നത്. 1x1.95 ഇഞ്ച് സെൻസറാണ്. സോ ചെറിയ സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60fps സെയിം അൾട്രാവൈഡ് ആണ്. 8 മെഗാപിക്സൽ f2.2 അൾട്രാവൈഡ്. പിന്നെ നമുക്ക് സെൽഫിയിൽ 20 മെഗാപിക്സൽ f2.2 സെൽഫി, 1080p 60fps. കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ക്യാമറ നമ്മുടെ നോഡ് 5 തന്നെയാണ്. ലാർജർ സെൻസറാണ് പ്രൈമറി നമുക്ക് കിട്ടുന്നത്. ബെറ്റർ എന്താ പറയുക ഡൈനാമിക് റേഞ്ച് വരുന്നുണ്ട്. പോർട്ടിന്റെ കാര്യത്തിലായാലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നോഡ് 5 തന്നെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്.
സോ ക്യാമറ വേണ്ടവർക്ക് നോഡ് 5 ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോഡ് 5 6800 mAh ബാറ്ററിയാണ്. ഇത് സിലിക്കൺ കാർബൺ ബാറ്ററി അല്ല, സാധാ ബാറ്ററിയാണ്. 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% 54 മിനിറ്റ് ഉണ്ടാവും. പിന്നെ 5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വൈഡ് ചാർജിങ് ആണ്. പിന്നെ ബൈപ്പാസ് ചാർജിങ് വരുന്നുണ്ട്. അതേസമയം പോക്കോ F7 ആണെങ്കിൽ 7550 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ 0 to 100% 37 മിനിറ്റ് ഉണ്ടാവും. പട്ടക്കൻ സ്പീഡാണ് വരുന്നത്. 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. റിവേഴ്സ് വൈഡ് ചാർജിങ് വരുന്നുണ്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിലും ബാക്കപ്പിന്റെ കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പോക്കോ F7 തന്നെയാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ OnePlus Nord 5 11 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.4, NFC വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, USB Type-C 2.0 ആണ്. പോക്കോ F7 ആണെങ്കിൽ 14 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 7 ആണ് വരുന്നത്. Bluetooth 6.0, NFC, IR ബ്ലാസ്റ്റർ, USB Type-C 2.0. ന്യൂവർ ജനറേഷൻ വൈഫൈ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്റ്റാൻഡേർഡ്സും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പോക്കോ F7 തന്നെയാണ്. സ്പെക്ക് കിങ് തന്നെയാണ് പോക്കോ F7. ഇഷ്ടംപോലെ സ്പെക്കാണ് കുത്തി ഇറച്ചേക്കുന്ന സ്മാർട്ട് ഫോണിൽ. സോ കണക്ടിവിറ്റി കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പോക്കോ F7 തന്നെയാണ്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 3 വേരിയന്റ് ആണ് നമുക്ക് നോഡിൽ വരുന്നത്. ഒരു 8GB 256 32,000 രൂപയും, 12GB 256 35,000 രൂപയും, 12GB 512 38,000 രൂപയാണ്. അതേസമയം പോക്കോ F7 ആണെങ്കിൽ ഇച്ചിരി ചീപ്പറാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തന്നെ 12GB 256 അതിന് 32,000 രൂപ വരുന്നുള്ളൂ. നമ്മുടെ നോഡിന്റെ 8GB 256 പ്രൈസ് ആണ് ഇവിടെ. നമുക്ക് 12GB 256 പോക്കോ F7 വരുന്നത്. പിന്നെ 12GB 512 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോഡിന്റെ 12GB 256 ചീപ്പറാണ് നമ്മുടെ പോക്കോ F7. 12GB 512 34,000 രൂപയാണ് വരുന്നത്. സോ ചീപ്പറാണ്. ഇഷ്ടംപോലെ സ്പെക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ് പോക്കോ F7 സ്പെക്ക്. അതിന്റെ പ്രൈസ് ടു പെർഫോമൻസ്, അതിന്റെ പ്രൈസ് ടു സ്പെക്ക് റേഷ്യോ ഒക്കെ വളരെ ഹൈ ആണ് പോക്കോ F7. ഇപ്പൊ എന്തിലൊക്കെയാണ് ബെറ്റർ നമുക്ക് നോക്കാം. നമുക്ക് നോഡ് 5 നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ക്യാമറാസ് വരുന്നുണ്ട്. പിന്നെ ബെറ്റർ UI ആണ് Option 50. പിന്നെ ബെറ്റർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം പോക്കോ F7 ആണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ബാറ്ററി, ബെറ്റർ ബിൽഡ്, ബെറ്റർ കണക്ടിവിറ്റി, പിന്നെ ചീപ്പറാണ്. സോ ഓവറോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരാ ബെറ്റർ എന്നുള്ളത്. ഈ പറഞ്ഞ പോക്കോ F7 ആണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. സോ ഞാൻ ഇതിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോക്കോ F7 ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വേണ്ട ആളാണെങ്കിൽ നോഡ് 5 തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് സ്മാർട്ട് ഫോൺ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറ വേണ്ടവർക്ക് നോഡ് 5 ഇട്ട് പോകാം, പെർഫോമൻസ് വേണ്ടവർക്ക് പോക്കോ F7 ഇട്ട് പോകാം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫീച്ചർ നെക്സ്റ്റ് വീഡിയോ കാണാം.